ശ്രീ വി ജോയ്. സർ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സബ്മിഷൻ അവതരിപ്പിക്കുന്നത്. സർ, 1/10/2011 അധ്യാപക പാക്കേജ് ഉത്തരവിൻ്റെ ഭാഗമായിട്ട് 12-13 മുതലാണ് കേരളത്തിൽ സ്കൂളുകളുടെ തസ്തിക നിർണയത്തിന് കുട്ടികളുടെ ആധാർ നിർബന്ധമാക്കിയത്. പിന്നീട് 21-22 വർഷം വരെ UID ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ എണ്ണത്തോടൊപ്പം EIDയും എൻറോൾമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ എണ്ണവും സ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെ ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ തസ്തിക നിർണയത്തിന് പരിഗണിച്ചിരുന്നു. പിന്നീട് 18/4/2022 KER അധ്യായം 23 ചട്ടം 12(1) സർക്കാർ ഭേദഗതി വരുത്തുകയും UID ഉള്ള കുട്ടികളെ മാത്രമേ സ്റ്റാഫ് ഫിക്സേഷന് പരിഗണിക്കാവൂ എന്ന വ്യവസ്ഥ വരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇന്ന് ആധാർ അധിഷ്ഠിത UID നമ്പറുണ്ട്. പുതുതായി UID ലഭിക്കുന്നതിന് അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ നൽകിയാൽ അടുത്തിടെയായി 3-4 മാസം വരെ കാലതാമസം വരാറുണ്ട്. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ EID ലഭിക്കാറുണ്ട്. എന്നാൽ 6ാം പ്രവൃത്തി ദിനത്തിൽ റോളിലുള്ളതും EID ലഭിച്ചിട്ടുള്ളതുമായ കുട്ടികൾക്ക് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് UID കിട്ടാൻ വൈകുന്നത് മൂലം ഇപ്പോൾ അവരുടെ എണ്ണം തസ്തിക നിർണയത്തിന് പരിഗണിക്കുകയോ അധ്യാപക തസ്തികകൾ അനുവദിക്കുകയോ ചെയ്യുന്നില്ല. 6ാം പ്രവൃത്തി ദിവസം റോളിലുള്ള കുട്ടികൾക്ക് പിന്നീടാണ് UID ലഭിക്കുന്നതെങ്കിൽ പോലും അവരുടെ എണ്ണം കൂടി കണക്കാക്കി നഷ്ടപ്പെട്ട തസ്തിക പുനഃസ്ഥാപിക്കുന്നതിന് നിലവിൽ KERൽ ഒരു വ്യവസ്ഥയും ഇല്ല. UID ഇല്ലാത്തത് കാരണം അധ്യാപക തസ്തിക അനുവദിക്കാത്തതിനാൽ ഒരു ക്ലാസ്സിൽ അനുവദനീയമായതിൽ കൂടുതൽ കുട്ടികൾ ഇരിക്കേണ്ടി വരികയാണ്. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ 31 കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് 2 ഡിവിഷൻ അനുവദിക്കണമെന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം KERം വ്യവസ്ഥ ചെയ്യുന്നത്. തസ്തിക നഷ്ടമായ നിരവധി വിദ്യാലയങ്ങളുണ്ട്. PSC പരീക്ഷ എഴുതി ജോലിക്ക് കാത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന ഒന്നാണ് വൻതോതിൽ സംസ്ഥാനത്തുണ്ടാകുന്ന ഈ തസ്തിക നഷ്ടം. ബഹുമാനപ്പെട്ട മന്ത്രി ചെറിയ പ്രശ്നങ്ങളിൽ പോലും പൊതുവിദ്യാഭ്യാസ രംഗത്തെ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇടപെടുന്നുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. അതിനകത്ത് ഇടപെട്ട് ഈ തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. സർ, കഴിഞ്ഞ സബ്മിഷന് വന്ന ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടോ. ഈ കേരളത്തിലെ ഓട്ടോമൊബൈൽ രംഗം എന്ന് പറയുന്നത് വലിയ തോതിൽ തൊഴിലാളികളുള്ള രംഗമാണ്. അവിടെ മിനിമം വേതനത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ മിനിമം വേതനം നടപ്പിലാക്കുന്നതിന് സംബന്ധിച്ചിടത്തോളം നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കാമെന്ന് ഞാൻ സഭയെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ ജോയി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാനത്ത് കുട്ടികളുടെ UID അടിസ്ഥാനമാക്കി തസ്തിക നിർണയ നടപടികൾ നടത്തുന്നതിന് 2013 നവംബർ മാസം 29-നാണ് സർക്കാർ ഉത്തരവായിട്ടുള്ളത്. പ്രഥമ അധ്യാപകർക്കും അതുപോലെ തന്നെ മാനേജർമാർക്കും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ 2022 വർഷം KER അധ്യായം 23 ചട്ടം 12 ഭേദഗതി വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജൂൺ മാസം 1-ാം തീയതിയാണല്ലോ സ്കൂൾ തുറക്കുന്ന ദിവസം. സ്കൂൾ തുറന്നതിന് ശേഷം 6ാം പ്രവൃത്തി ദിവസമാണ് എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ള വിവരം അതിൻ്റെ ശ്രദ്ധ എടുക്കുന്നത്. ജൂലൈ മാസം 15 മുമ്പ് തസ്തിക നിർണയ ഉത്തരവുകൾ സമന്വയ പോർട്ടൽ മുഖേന വിദ്യാഭ്യാസ ഓഫീസർമാർ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇതാണ് ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആധാർ കാർഡ് ആണ് ഇപ്പോൾ ഒരു രേഖയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും ബഹുമാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ചതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ കാർഡ് ഹാജരാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഒരു ക്ലാസ്സിൽ 2 കുട്ടികളുടെ ആധാർ കാർഡ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2 കുട്ടികളുടെ കുറവുണ്ടായിട്ട് രേഖപ്പെടുത്തും. ചിലപ്പോൾ 2 ടീച്ചർമാർ ഔട്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അധ്യാപകരെ സംരക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി തന്നെ ഇതിനെങ്ങനെ പരിഷ്കരിക്കാം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. ഗവൺമെൻറ് നയം ഒരു വിദ്യാർത്ഥിയും അവർക്ക് പഠനം നഷ്ടപ്പെടാൻ പാടില്ല. ഒരു അധ്യാപകരും അവരുടെ 6, 7, 8 വർഷക്കാലം സീനിയാരിറ്റിയുള്ള ജോലി നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ
ഇത് രണ്ടും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നയസമീപനം ഗവൺമെൻറ് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയാണെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.